ദിവ്യപേലിക്കാർ മണിമുഴങ്ങി ദിവ്യമാകും അൾത്താരയൊരുങ്ങി ദൈവസുതനാം യേശു മഹേശൻ ദാനങ്ങളീകുന്ന സമയമാ മനമൊരുക്കിടാം പ്രാർത്ഥനയോടെ നാഥനു കീർത്തനം ആലപിക്കാം. മനതാരിൽ വാഴുന്ന തമ്പുരാനെ മോദമോടി വാഴ്ത്തി സ്തുതിച്ചിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുകയാണ്. കത്തോലിക്കാ തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സമർപ്പണ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ അമ്മയും അപ്പനും കൂടെ, യോവാക്യമും അന്നയും കൂടെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ദിവസം സമർപ്പിതയായ പരിശുദ്ധ കന്യകാമറിയം ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവളാണ്, ദൈവകൃപ നിറഞ്ഞവളാണ്. ഈ ലോകത്തിലേക്ക് പരിശുദ്ധ കന്യകാമറിയമാണ് ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകിയത്. അതുകൊണ്ട് തന്നെ വചനത്തെ സ്വീകരിച്ചവളാണ്. ഈ വചനത്തെ സ്വീകരിച്ച പരിശുദ്ധ കന്യകാമറിയം വചനമനുസരിച്ച് ജീവിച്ചവളാണ്. പിതാവായ ദൈവം എന്താവശ്യപ്പെട്ടോ അത് നിറവേറ്റിയവളാണ്. അതുകൊണ്ട് വചനം പാലിക്കുന്നവളും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരുമാണ്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് എളുപ്പമാണ്. യേശുവിൻ്റെ അടുക്കൽ യേശുവിനെ കാണുവാനായിട്ട് യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നു എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ക്രിസ്തു പറയുകയാണ്, വചനം അനുസരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരുമാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. വചനത്തെ സ്വീകരിച്ചവൾ, വചനത്തെ പാലിച്ചവൾ, പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്ത് നിറവേറ്റിയവൾ, അതാണ് പരിശുദ്ധ കന്യകാമറിയം. നമുക്കും ഈ അമ്മയോട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്: ഞങ്ങൾക്കും ദൈവകൃപ നിറയുവാനായിട്ടുള്ള കൃപാവരം, ദൈവത്തിൻ്റെ അനുഗ്രഹം നൽകണമേ എന്ന്. വചനം ജീവിതത്തിൽ അറിയുവാനും അറിഞ്ഞ വചനത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രാവർത്തികമാക്കുവാനുമായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് നമുക്ക് ഈ ദിവസം വളരെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. ഈ അമ്മ ദൈവത്തിൻ്റെ ഹിതം, പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയവളാണ്. സ്വർഗത്തിൻ്റെ ആവശ്യം എന്തെന്ന് അറിഞ്ഞ് അത് നിറവേറ്റിയവൾ. അതുകൊണ്ട് തന്നെ ഈ അമ്മയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിനെ നിഷേധിക്കുവാനായിട്ട് കഴിയുകയില്ല, പിതാവായ ദൈവത്തിന് നോ പറയുവാനായിട്ട് കഴിയുകയില്ല. മനസ്സിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ അമ്മ വഴി ഈ വിശുദ്ധ ബലിയുടെ സമയത്ത് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കാരണം ഈ അമ്മ പറഞ്ഞാൽ പിതാവായ ദൈവത്തിന് നോ പറയുവാനായിട്ട് കഴിയുകയില്ല. ആ കൃപ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും, അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ നിയോഗം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ഈ ദിവ്യബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ജോർജ് അർത്തശ്ശേരി, അനസ്താസിയ ജോർജ് അർത്തശ്ശേരി, സിസ്ലി സൈമൺ കണക്കശ്ശേരി, മേരി സ്റ്റീഫൻ, ഫിലോമിന ഫ്രാൻസിസ് മാപ്പിളശ്ശേരി എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ ബലി യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും സഹോദരീകളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മഹത്വമേറിയ സ്മരണ ആചരിക്കുന്ന ഞങ്ങൾ
പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങളും അങ്ങേ കൃപയുടെ തികവിൽ നിന്ന് സ്വീകരിക്കുവാൻ അർഹത നേടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക, ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും. അവർ എൻ്റെ ജനമാകും, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂദയായി സ്വന്തമാക്കും. ജെറുസലേമിനെ വീണ്ടും തെരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ. അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ച് ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ട് എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി.
അർപ്പണം അർപ്പണം ആത്മാർപ്പണം ഈശവേ നിൻ മുൻപിൽ ഹൃദയാർപ്പണം അർപ്പണം അർപ്പണം ആത്മാർപ്പണം ആപീലിൻ നിർമ്മലമാം അർപ്പണം പോലെ അപ്രകാം അന്നു ചെയ്തൊരർപ്പണം പോലെ ആപീലിൻ നിർമ്മലമാം അർപ്പണം പോലെ അപ്രകാം അന്നു ചെയ്തൊരർപ്പണം പോലെ മറിയത്തിൻ ശ്രേഷ്ഠമാ അർപ്പണം പോലെ ഞാനുമെന്നെ പൂർണ്ണമായി അർപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കുമഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, ബലിവസ്തുക്കളോടൊപ്പം അങ്ങേ ജനത്തിന്റെ പ്രാർത്ഥനകളും അങ്ങ് സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രന്റെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മധ്യസ്ഥതയാൽ എല്ലാ പ്രാർത്ഥനകളും കേൾക്കപ്പെടുവാനും എല്ലാ അപേക്ഷകളും ഫലമണിയുവാനും അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യനമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ വണക്കം ആചരിച്ചുകൊണ്ട് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യകാത്വത്തിൻ്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിന് നൽകുകയും ചെയ്തു. അവിടുന്ന് വഴി ദിവദൂതന്മാർ അങ്ങേ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാതിസ്വർഗവും ശാക്തികന്മാരും ധന്യരായ ഭക്തിചോലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും. ഓസാന 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 ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന 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 ഓസാന. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകിച്ച് കൃപയാൽ നിറയുവാനായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കൃപയാൽ നിറയുമ്പോൾ ജീവിതത്തിൽ എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും അത് സങ്കടത്തിൽ മാത്രം അല്ല, സന്തോഷത്തിലും ഒരുപോലെ ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുവാനായിട്ട് കഴിയും. എല്ലാത്തിലും നന്മ കാണുവാനായിട്ട് കഴിയും. ഈശോയെ ഞങ്ങളെ പ്രത്യാശയുള്ളവരായി
ജീവിക്കുവാനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കാം. മനസ്സിൽ പ്രയാസങ്ങൾ പേറുന്നവർ, ശുഭാപ്തി വിശ്വാസമില്ലാതെ ജീവിതത്തിൽ ഇനി ഞാൻ വിജയിക്കില്ല, ജീവിതത്തിൽ പരാജയമായിരിക്കും, ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞവരായി ആത്മീയ നിറവ് ലഭിക്കുന്നവരായി മാറുവാനായിട്ട് ഈ നിമിഷം അവരെ സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പിയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസ ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് സ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച്
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അവർ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവസവും പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും കാലപ്രവാഹത്തിൻ മുമ്പേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകളേ, ഞാനാണു നിന്റെ ദൈവം. ഒരു കുഞ്ഞിനെ പോൽ നിന്നെ താലോലിച്ചു, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു. ഒരു കുഞ്ഞിനെ പോൽ നിന്നെ താലോലിച്ചു, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു. പിച്ച വെച്ചു നടന്ന പൂങ്കുരുന്നേ, നിന്നെ മാറോട് ചേർത്തു ഞാൻ ഉമ്മ വെച്ചു. പിച്ച വെച്ചു നടന്ന പൂങ്കുരുന്നേ, നിന്നെ മാറോട് ചേർത്തു ഞാൻ ഉമ്മ വെച്ചു.
കാലപ്രവാഹത്തിൻ മുമ്പേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകളീ, ഞാനാണു നിന്റെ ദൈവം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സ്വർഗീയ കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങേ കാരുണ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്മരണാഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഈ അമ്മയുടെ മധ്യസ്ഥവും മാതൃകയും വഴി ഞങ്ങളുടെ പരിത്രാണത്തിന്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിപ്പാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിന് നന്ദി. സ്വർഗ്ഗകവാടം തുറക്ക്, നാഥ കാരുണ്യവായ്പോടെ തോക്ക്. നിൻ വിളി കേട്ടങ്ങ് വന്ന് നിന്റെ ദാസരെ സന്നിധി ചേർക്ക്. കർത്താവേ ഗണിണമേ, ക്രിസ്തുവേ ഗണിണമേ. കർത്താവേ ഗണിണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ജോർജ് അർത്തശ്ശേരി, അനസ്താസിയ ജോർജ് അർത്തശ്ശേരി, സിസി സൈമൺ കണക്കശ്ശേരി, മേരി സ്റ്റീഫൻ, ഫിലോമിന ഫ്രാൻസിസ് മാപ്പിളശ്ശേരി എന്നിവരുടെ ആത്മാക്കൾക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സകല വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ. ആമേൻ. കർത്താവെ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സൂര്യയുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരങ്ങളുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തർ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ.
പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയുടെ നല്ലൊരു ദിവസം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.